Hello everyone, welcome back to my YouTube channel. In this video, I will show you step by step how to use mail merge in MS Word. We will cover how to perform mail merge, create a list of recipients. What is mail merge? We know that this is one of the important feature of MS Word with which we can use or easily produce multiple letters, label, envelope, name tags. സപ്പോസ് ഇപ്പോൾ നമുക്കൊരു ലെറ്റർ ഒരുപാട് ആൾക്കാർക്ക് സെൻഡ് ചെയ്യണം അല്ലേ, മാനുവലിയാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. യു ഹാവ് ടു മാനുവലി ടൈപ്പ് ഔട്ട് ഈച്ച് ലെറ്റർ, ചേഞ്ച് ദെയർ നെയിം, ദെയർ അഡ്രസ് ആൻഡ് ഓൾ അതർ ഡീറ്റെയിൽസ്. ദെൻ നമ്മൾ പ്രൂഫ് റീഡിങ് നടത്തേണ്ടതുണ്ട്. കാരണം അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ് അല്ലേ. ആ ഒരു സമയത്ത് ഈ എല്ലാ പ്രോസസ്സും ഓട്ടോമാറ്റഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് വിതിൻ ക്ലിക്കിനുള്ളിൽ നമുക്ക് ഈ ലെറ്റേഴ്സ് എല്ലാം എല്ലാവർക്കും സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽ മെർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൽ മെർജ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സൽ വർക്ക്ഷീറ്റിലൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അഡ്രസ് ലിസ്റ്റും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഹൗ ടു യൂസ് മെയിൽ മെർജ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 2021 പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റർ ഫോർമാറ്റ് തന്നിട്ടുണ്ട്, റെസിപ്പിയൻസിൻ്റെ അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ മുഴുവനായിട്ടും വായിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഫയലിൽ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ക്ലിക്ക് മെയിലിംഗ് ടാബ്. ഈ മെയിലിംഗ് ടാബിൽ തന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ക്രിയേറ്റ് ഗ്രൂപ്പ്, ദെൻ സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പ്, റൈറ്റ് ഇൻസേർട്ട് ഫീൽഡ്, പ്രിവ്യൂ ഗ്രൂപ്പ്, ഫിനിഷ് ഗ്രൂപ്പ്. ഇതിൽ മെയിലിംഗ് ടാബിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ലാസ്റ്റ് വൺ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡായിട്ട് സെലക്ട് ഡോക്യുമെൻറ്റ് ടൈപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് നമ്മൾ ലെറ്റർ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഡീഫോൾട്ടായിട്ട് തന്നെ അവിടെ സെലക്റ്റഡ് ആയിരിക്കും. ദെൻ സ്റ്റെപ്പ് 1 ഓഫ് 6 അതിൽ സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ദെൻ ഡോക്യുമെൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ യൂസ് ദി കറൻറ്റ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ദെൻ സെലക്ട് റെസിപ്പിയൻസ് ഓപ്ഷൻസ് ആണ്. അതിൽ 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ്, സെലക്ട് ഫ്രം ഔട്ട്ലുക്ക് കോൺടാക്ട്സ് ആൻഡ് ടൈപ്പ് എ ന്യൂ ലിസ്റ്റ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ ഇഫ് യു ആർ ഓൾറെഡി ക്രിയേറ്റഡ് ദ ലിസ്റ്റ് ഓഫ് റെസിപ്പിയൻസ് യു ഗോ ടു ദ ബ്രൗസ് ഓപ്ഷൻസ്. അതർവൈസ് ടൈപ്പ് എ ന്യൂ ലിസ്റ്റ്. ക്ലിക്ക് ദി ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് ഓപ്ഷൻ, ദെൻ ക്ലിക്ക് ദി ക്രിയേറ്റ് ബട്ടൺ. അപ്പോൾ സ്ക്രീനിൽ ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് പറയുന്നൊരു ബോക്സ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ റെസിപ്പിയൻ്റെ ഇൻഫോർമേഷൻസ് എൻ്റർ ചെയ്യാനുള്ള ടേബിളാണ്. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ ഈ ടേബിൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ഡീറ്റെയിൽസ് ആണോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവിടെ വേണ്ടാത്തത് അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ഓപ്ഷൻസ് അടിക്കുക. എസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേബിൾ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യാതൊരു ചേഞ്ചസും കൊണ്ടുവരുന്നില്ല. ഇനി നമുക്ക് എങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് കോളം ടൈറ്റിൽ കോളമാണ്. അതിൽ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് എന്ന് ടൈപ്പ് ചെയ്യാം. ദെൻ സെക്കൻഡ് കോളം ഫസ്റ്റ് നെയിം ആണ്. അപ്പം റെസിപ്പിയൻസ് ലിസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പേര് സോജൻ എന്നാണ്. സോജൻ ഷാജു എന്നാണ്. അപ്പോൾ ഫസ്റ്റ് നെയിം നമുക്ക് സോജൻ എന്ന് കൊടുക്കാം, ലാസ്റ്റ് നെയിം നമുക്ക് ഷാജു എന്ന് കൊടുക്കാം. ദെൻ കമ്പനി നെയിം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ദെൻ അഡ്രസ് ലൈൻ നോക്കാം. അഡ്രസ് ലൈന് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അഡ്രസ് ലൈൻ 2 ഇൻഫർമേഷൻ ഇല്ല. ദെൻ ക്വസ്റ്റ്യനിൽ സിറ്റി ഓപ്ഷനാണ് തന്നിട്ടുള്ളത്, അതും ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് റെസിപ്പിയൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് ന്യൂ എൻട്രി എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവരുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ ന്യൂ എൻട്രി ഓപ്ഷൻ കൊടുത്താൽ അടുത്ത ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള 3 റെസിപ്പിയൻസിൻ്റെയും അഡ്രസ്സ് ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. റെസിപ്പിയൻ ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫയൽ സേവ് ചെയ്യാൻ ആവശ്യപ്പെടും. ഇതിൽ ഫയൽ നെയിം നമുക്ക് കൊമേഴ്സ് മെയിൽ മെർജ് .mdb എന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തതുകൊണ്ട് ഫയൽ നെയിം മെയിൽ മെർജ് 4 എന്ന് ഞാനിവിടെ കൊടുക്കുകയാണ്. ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടേബിൾ ഡീറ്റെയിൽസ് സോർട്ട് ചെയ്യാവുന്നതാണ്. സോർട്ട് ബൈ ഏതാണോ വേണ്ടത്. ഇപ്പോൾ നമ്മൾ ടൈറ്റിൽ നെയിം കൊടുത്തിട്ടുണ്ട്, കമ്പനി നെയിം അല്ലെങ്കിൽ അഡ്രസ് ലൈൻ ഏതിൻ്റെ ബേസിസിലാണ് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ അതിനനുസരിച്ച് ഓക്കെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം.
ഞാനിപ്പോൾ നിലവിൽ സോർട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് റൈറ്റ് സൈഡിൽ എഡിറ്റ് റെസിപ്പിയൻസ് ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള മെയിൽ മെർജ് റെസിപ്പിയൻസിൻ്റെ ഡീറ്റെയിൽസ് കാണും. അതിലാവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തിയിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് യുവർ ലെറ്റർ ആണ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ലെറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ പ്രകാരം എന്തൊക്കെ ചേഞ്ചസ് ആണോ ആ ലെറ്റർ ഫോർമാറ്റിൽ കണ്ടൻറ്റിൽ കൊണ്ടുവരേണ്ടത് ആ ചേഞ്ചസ് കൊണ്ടുവരാം. ഫോണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഹെഡിങ് അലൈൻമെൻറ്റ് സെൻറ്റർ ആയിരുന്നു. അതിനുശേഷം സൈസ് ചേഞ്ച് ചെയ്യാം, സൈസ് 18. ദെൻ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് ബോൾഡോ ഇറ്റാലിക്കോ എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ആ ചേഞ്ചസ് ഇപ്പം ഞാനിവിടെ ബോൾഡ് എന്ന് പറയുന്ന ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളത്. അതിനുശേഷം ഫോണ്ട് സ്റ്റൈല് ചേഞ്ചസ് വരുത്താം. ബുക്ക് ആൻറ്റിക്ക എന്ന് പറയുന്ന ഒരു ഫോണ്ട് സ്റ്റൈലാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 24 വൈറ്റ്സ് റോഡ് അതിലും ഞാൻ ചേഞ്ചസ് വരുത്തുകയാണ്. ഫസ്റ്റ് അലൈൻമെൻറ്റ്, ദെൻ ഫോണ്ട് സൈസ് 14, ഫോണ്ട് സ്റ്റൈല് സെഞ്ചുറിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഫോണ്ട് സ്റ്റൈൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബോൾഡ്. നെക്സ്റ്റ് ഈ ഒരു ടെക്സ്റ്റും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യാം. ആദ്യം അലൈൻമെൻറ്റ് സെൻറ്ററിലേക്ക് മാറ്റി അതിനുശേഷം ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. 12 ആണ്. ദെൻ ഫോണ്ട് സ്റ്റൈൽ ടൈംസ് ഇൻ ന്യൂ റോമൻ. അതിനുശേഷം ബാക്കിയുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പ്രകാരം ചേഞ്ചസ് വരുത്താം. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് റെസിപ്പിയൻസ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. ടു അഡ്രസ്സിൻ്റെ എവിടെയാണോ നമുക്ക് റെസിപ്പിയൻസിൻ്റെ ഇൻഫർമേഷൻസ് വരേണ്ടത് ആ ഒരു പോയിന്റിൽ കഴ്സർ വെച്ചതിന് ശേഷം ഡോക്യുമെൻറ്റിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന അഡ്രസ് ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ട് അഡ്രസ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബോക്സ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. റെസിപ്പിയൻ്റെ നെയിംസ് ഏത് ഫോർമാറ്റിലാണ് അവിടെ അപ്പിയർ ചെയ്യേണ്ടത് ടു അഡ്രസ്സിന് കീഴെ അതാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത അഡ്രസ്സിൻ്റെ പ്രിവ്യൂ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഓക്കെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ലെറ്റർ ഫോർമാറ്റിൽ 2 എന്ന് എഴുതിയതിന് താഴെ അഡ്രസ് ബ്ലോക്ക് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമുക്ക് ഗ്രീറ്റിംഗ് ലൈൻസ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ സല്യൂട്ടേഷൻ നമ്മൾ ഡിയർ എന്ന് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിന് വേണ്ടിയിട്ട് ഗ്രീറ്റിംഗ് ലൈൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ഇൻസേർട്ട് ഗ്രീറ്റിംഗ് ലൈനിൽ ഗ്രീറ്റിംഗ് ലൈൻ ഫോർമാറ്റ് ഡിയർ ഓപ്ഷൻ ഉണ്ട്. നൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഡിയർ മിസ്റ്റർ ഷാജു എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിയർ മിസ്റ്റർ എന്ന ഒരു ടൈറ്റിൽ നമുക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള ചേഞ്ചസ് നമുക്ക് അവിടെയുണ്ട്. ഡിയർ ഫസ്റ്റ് നെയിം മാത്രം വേണമെങ്കിൽ ആ ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ആ ചേഞ്ചസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഡിയർ സോജൻ ഷാജു എന്ന് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചേഞ്ചസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടെ ഈ ബോക്സിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ സല്യൂട്ടേഷൻ അടുത്ത് ഗ്രീറ്റിംഗ് ലൈൻസ് വന്നത് കാണാം. ദെൻ മോർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. എന്തൊക്കെ ഡാറ്റാസ് ആണോ അവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അഡ്രസ് ലിസ്റ്റിൽ ലെറ്ററിൽ ഏതൊക്കെ കാര്യങ്ങളാണോ വരേണ്ടത് അതൊക്കെ അവിടെ ഇൻസേർട്ട് ആകും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 4 of 6 ആണ് പറയുന്നത്. പ്രിവ്യൂവർ ലെറ്റർ ആണ്. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലെറ്റർ നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൾറെഡി അവിടെ ഡിയർ എന്ന് നമ്മൾ സല്യൂട്ടേഷൻ കൊടുത്തുകൊണ്ട് ഗ്രീറ്റിംഗ് ലൈൻസിൽ നമ്മൾ ഡിയർ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് എഡിറ്റ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഗ്രീറ്റിംഗ് ലൈൻസ് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഡിയർ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് അവിടെ ഡബിൾ ഡിയർ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നൺ കൊടുത്തു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗ്രീറ്റിംഗ് ലൈൻസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ദെൻ പ്രിവ്യൂവർ ലെറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റെസിപ്പിയൻസ് 1ൻ്റെ ഡീറ്റെയിൽസ്, റെസിപ്പിയൻറ്റ് 2ൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ റെസിപ്പിയൻറ്റ് 3ൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. പ്രിവ്യൂ ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ.
നെക്സ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ദി മെർജ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എഡിറ്റ് ഇൻഡിവിജ്വൽ ലെറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. മെർജ് ടു ന്യൂ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നൊരു ബോക്സ് നമുക്ക് അവിടെ കാണാം. അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദെൻ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ 3 പേപ്പറിലായിട്ട് 3 ലെറ്റർ 3 ഡിഫറെൻറ്റ് അഡ്രസ്സിൽ അത് സെയിം കണ്ടൻറ്റോടുകൂടി നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് മെയിൽ മെർജിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പ്രിൻറ്റിംഗ് ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. ഓക്കെ.